എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. AKCDA നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബസംഗമവും നവംബർ 2 നടക്കും. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 2 വൈകുന്നേരം 5 മണിക്ക് വടപുറം താളിപ്പൊയിലെ റോക്ക്ടൈൽ റിസോർട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായ മുഹമ്മദ് ഉവൈസിനെയും ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ മനോജ് എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ നിലമ്പൂരിലുള്ള ഔഷധ വ്യാപാരികളുടെ മേഖലാ സമ്മേളനം ഈ വരുന്ന 2-ാം തീയതി ഞായറാഴ്ച റോക്ക്ടൈൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. താളിപ്പൊയിലുള്ള റോക്ക്ടൈൽ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 2-ാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനവും കുടുംബസംഗമവുമാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ആര്യാടൻ ഷൗക്കത്ത് അവர்களാണ്. അന്നേ ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള 2 പേരെ ആദരിക്കുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിൽ ഇടം നേടിയ മുഹമ്മദ് ഉവൈസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവിലുള്ള AKCDയുടെ ധനസഹായങ്ങളും സഹായ വിതരണങ്ങളും ആ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളുടെയും കുട്ടികളുടെയും എല്ലാ കലാപരിപാടികളും മറ്റു പരിപാടികളും വിനോദ പരിപാടികളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ ഔഷധ വിതരണക്കാർ മരുന്നുകൾ MRP വിലയിൽ നിന്നും കുറച്ച് വിൽപ്പന നടത്തിയതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ GSTയിൽ ഇളവ് വരുത്തിയപ്പോൾ അതിന്റെ ഗുണം നേരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ച സംഘടന ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി. ഔഷധ വിതരണ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ വൻകിട കോർപ്പറേറ്റ് കുത്തകകൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട ആശുപത്രികൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ചെറുക്കാൻ സംഘടനാ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജൻ ഔഷധി സെന്ററുകളിലൂടെ ജന ഔഷധിയുടെ മരുന്നുകൾ അല്ലാത്ത മരുന്നുകളും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെതിരെ സംഘടന നിയമപരമായ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1950 രൂപം കൊണ്ട സംഘടന കഴിഞ്ഞ 75 വർഷമായി ഔഷധ വിതരണം നല്ല രീതിയിൽ നടത്തിവരികയാണ്. ഔഷധ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ മാത്രമല്ല, ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ സംഘടന നടത്തിവരുന്നുണ്ട്. 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനായി 2 വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തു. കൂടാതെ നിരവധി ആളുകളെ സഹായിക്കാനും കഴിഞ്ഞു. നവംബർ 2 നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളിലേക്കുള്ള സഹായങ്ങളും വിതരണം ചെയ്യും. കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫാർമസിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ, ഇപ്പം നിലമ്പൂരിൽ 130 ആൾക്കാരുടെ ഒക്കെ ജീവന്മാർക്കാണ്. ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെയിൽസ്മാൻമാരും ബാക്കിയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇതിൽ ഇതാണ്. പക്ഷെ ഇവരെയൊക്കെ ഇല്ലാതെയാക്കുന്ന കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം, അപ്പോളോ ഗ്രൂപ്പിനെ പോലുള്ള ഗ്രൂപ്പൊക്കെ വന്നിട്ട് ശരിക്കും എന്താ വെച്ചാൽ അവരുടേതായ ഒരു രീതിയിലുള്ള മാർക്കറ്റിങ്ങും ഒക്കെ ആവുകയാണ്. അപ്പോൾ അത് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ കടക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ്. അതുപോലെ ഇപ്പം ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാം, KR ഗ്രൂപ്പ് നമ്മളുടെ കേരളത്തിലെ തന്നെ ഏകദേശം മിക്ക വലിയ ഹോസ്പിറ്റലും അവരുടെ ഗ്രൂപ്പ് ഒരു കനേഡിയൻ കമ്പനിയാണ്. അവരാണ് ഇപ്പോൾ മൈത്ര, ബേബി മെമ്മോറിയൽ, കിംസ്, ഇങ്ങനെ കേരളത്തിലെ എറണാകുളം സിറ്റിയിലൊക്കെ മുഴുവൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെ ഇതായി. ഇനി അവരുടേതായ രീതിയിലായിരിക്കും ഇവിടുത്തെ ചികിത്സ സംഭവങ്ങൾ നടക്കുന്നതും ചികിത്സയുടെ പൈസയും. അപ്പം ഇതേപോലുള്ള ഭീമന്മാരുടെ കടന്നുകയറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പേടി സ്വപ്നമാണ്. അപ്പോൾ അതിനെതിരെ AKCDയെ എന്താ പറയുക, മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെറുത്ത് നിൽക്കും എന്നാണ്. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ ബാബു പറഞ്ഞ പോലെ ജീവകാരുണ്യ എന്താ പറയുക, ചാരിറ്റി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സംഘടന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിലാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പൂവാടി രാജൻ, നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് U നരേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം T അബ്ബാസ്, യൂണിറ്റ് സെക്രട്ടറി അബ്ദുട്ടി ചങ്കരത്ത് എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ.
കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.